ഹലോ ഇസ്മി ടി. ഞാൻ ഇന്ന് നിങ്ങളോട് സീസൺ 6 തുടങ്ങിയത് മുതൽ ഇന്ന് ഈ ദിവസം വരെ രണ്ട് കണ്ടസ്റ്റൻസ് തമ്മിലുള്ള ഒരു ജേണിയാണ് പറയാൻ പോകുന്നത്. മറ്റാരുമല്ലത് നമ്മുടെ ഗബ്രിയും ജിൻഡോയുമാണ്. അവരുടെ ജേണിയെക്കുറിച്ച് ഡേ 1 തൊട്ട് ഇന്ന് ഈ ദിവസം വരെ ഞാൻ സംസാരിക്കാം. ഈ കണ്ടസ്റ്റൻസിൽ ഏത് കണ്ടസ്റ്റൻസിനാണ് ഫേവറേറ്റ് എന്നും ഈ ഒരു ജേണിയിൽ ഏത് കണ്ടസ്റ്റൻസ് ആണ് ഗെയിമിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നതെന്നും കമൻറ്റ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ഗബ്രിയെ പറ്റി പറയാം. ഗബ്രി നല്ലൊരു ഗെയിമറാണ്. പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കാണ് കൂടുതൽ സംസാരിക്കാൻ ശ്രമിക്കുന്നത്, മറ്റുള്ള ഗെയിമേഴ്സിനെ പ്രൊവോക്ക് ആകാൻ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ പ്രൊവോക്ഡ് ആക്കുക എന്നുള്ളത് ഗബ്രിയുടെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം. എങ്കിലും ആ ഒരു ഇത് കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് പോലും പലപ്പോഴും ഒരു അരോചകമായിട്ടാണ് തോന്നുന്നത്. ഗബ്രിയുടെ ഈ പ്രൊവോക്കേഷനൊക്കെ മാറ്റി നല്ല രീതിയിൽ കളിക്കാൻ ഗബ്രിക്ക് നല്ലൊരു കാലിബർ ഉള്ളതാണ്. പക്ഷേ ഒരിക്കലും ഗബ്രി ആ ഒരു ഇതിലേക്ക് ഫോക്കസ്ഡ് ആക്കാതെ സ്ക്രീൻ സ്പേസിന് വേണ്ടി വെറുതെ ജാസ്മിനുമായിട്ടൊരു കൂട്ടുകൂടി ഒരു ലവ് ട്രാക്ക് കളിച്ച് വെറുതെ ഒരു നെഗറ്റീവ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു തെറ്റും ചെയ്യാത്ത അല്ലെങ്കിൽ കളിക്കുന്ന വ്യക്തികളെ നോമിനേറ്റ് ചെയ്യുകയും ജാസ്മിനെ സേവ് ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ തന്നെ പല സമയങ്ങളിലും ഗബ്രി ചെയ്യുകയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഗബ്രി ഇൻഡിവിജ്വലായിട്ട് കളിക്കുകയാണെങ്കിൽ, വ്യക്തമായി നിന്ന് കളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് പോകാമായിരുന്നു. ഇത് ഏത് സമയവും ഇങ്ങനെ ഒരു പ്രൊവോക്കേഷൻ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാർഡുകൾ എടുത്തിടുക, അതൊക്കെ ശരിക്കും പ്രേക്ഷകരിലേക്ക് ഒരു വല്ലാത്ത നെഗറ്റീവ് എനർജി തന്നെയാണ് കൊണ്ടുവരുന്നത്. അതുപോലെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ കഴിഞ്ഞ വീക്കെൻഡിൽ ഗബ്രിയെയും ജാസ്മിൻ്റെയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഹൗസ്മേറ്റ്സിനോട് ചോദിച്ചു. അവരെല്ലാം വളരെ വ്യക്തമായിട്ട് നെഗറ്റീവ് എനർജി തന്നെ, ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പ്രേക്ഷകർ പറയേണ്ടതായ കമൻറ്റ്സ് തന്നെയാണ് ഹൗസിലുള്ള എല്ലാവരും പറഞ്ഞ് നെഗറ്റീവ് കമൻറ്റ് തന്നെ പറഞ്ഞു. അതിനുശേഷം ഒരു തരത്തിലും റോക്കിയെ പ്രൊവോക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ക്ലിപ്പിങ്സ് അടക്കം അത് നമ്മളെ കാണിച്ചു തന്നു ബിഗ് ബോസ്. ഗബ്രിയുടെ ഒരു ഹെൽത്തി ഗെയിം എന്ന് നമുക്ക് പലപ്പോഴും പറയാൻ പറ്റാതെ വരുന്നുണ്ട്. ബട്ട് ഇതുപോലെ ഗബ്രി ആദ്യം തന്നെ പവർ ടീമിൽ കയറി. പക്ഷെ പവർ ടീമിൻ്റേതായ യാതൊരുവിധ നിയമങ്ങളും പാലിക്കാതെ, അതിന് യാതൊരുവിധ ഉപയോഗിക്കാതെ വെറുതെ ഐസ്ക്രീം എടുത്തു എന്നൊക്കെ പറഞ്ഞ് ഫുഡിൻ്റെ പേരിനും ഒക്കെ വെറുതെ വഴക്കുണ്ടാക്കി. അതൊക്കെ ഒരു അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെറുതെ ആദ്യം ഉണ്ടായിരുന്ന ഇംപ്രഷൻ വെറുതെ പോകെ കളയുകയാണ് ഗബ്രി ചെയ്തത്. എന്നാൽ നമ്മൾ ജിൻഡോയിലേക്ക് വരുമ്പോഴത്തേക്ക് ആദ്യ വീക്കിൽ തന്നെ ഒരു മണ്ടൻ പരിവേഷം തനിയെ എടുത്തണിഞ്ഞ് ഒരു മണ്ടനായി തുടർന്നു പോകുന്ന ഒരു ഗെയിമർ. പക്ഷേ പിന്നീടുള്ള വീക്കിലോട്ട് കടന്നപ്പോഴത്തേക്കിനും ജിൻഡോ ഒരു പവർഫുൾ ആവാൻ തുടങ്ങി, കൂടുതൽ ഗെയിം കളിക്കാൻ തുടങ്ങി. ഗബ്രിക്ക് ആദ്യമേ ഒരു ഗെയിം ഗോളും കളിക്കാതെയാണ് പവർ ടീമിലേക്ക് കിട്ടിയത്. പക്ഷേ ഇവിടെ ജിൻഡോ എന്ന് പറയുന്ന ആൾ ഗെയിംസ് കളിച്ച് ടാസ്കുകൾ ജയിച്ച് തൻ്റെ കഠിനാധ്വാനത്തിലൂടെ നേടിയതാണ് പവർ ടീം. പിന്നെ പവർ ടീമിൽ കയറിയതിന് ശേഷം തനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തൻ്റേതായ ഒരുപാട് റൂൾസ് കാര്യങ്ങൾ ഒക്കെ കൊണ്ടുവന്ന് ഒരു ഓളം സൃഷ്ടിക്കാൻ തന്നെ ജിൻഡോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വലിയ ഗെയിമേഴ്സ് പുറത്ത് പോയി കഴിഞ്ഞാൽ ജിൻഡോ കൂടി ഇല്ലായിരുന്നെങ്കിൽ വളരെ ശോകമായി പോയേനെ ബിഗ് ബോസ്. ഇപ്പം ഷോ എന്ന് പറയുന്നത് വളരെ ശോകമായി പോയേനെ. ശരിക്കും പറഞ്ഞാൽ ഗബ്രി അവിടെ ഉണ്ടെങ്കിൽ പോലും യാതൊരു കണ്ടന്റും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഈ ജിൻഡോ അവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ 2-3 ദിവസങ്ങളിൽ നല്ല കണ്ടന്റുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തന്നെ. ജിൻഡോ ഈ ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ, അത് കോമാളിത്തരമായാലും തൻ്റെ പവർ ഉപയോഗിച്ചിട്ടായാലും പൊട്ടത്തരങ്ങളായാലും, ജിൻഡോയുടെ ഗെയിമിനെയും ജിൻഡോയെയും കുറേയേറെ പ്രേക്ഷകർ ഇപ്പോൾ മനസ്സിലാക്കി എടുത്തിരിക്കുകയാണ്. കുറേയേറെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ ജിൻഡോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇവരിൽ ആരായിരിക്കും ഇനി മുന്നോട്ട് ഏറെ ദൂരം പോകുന്നത്? നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടന്റ് ആരാണ്? നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ സ്വന്തം വ്യക്തി. ബൈ.